37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓണം സീസൺ നമ്മുടെ സൂപ്രതാരങ്ങളായ മമ്മൂട്ടി മോഹൻലാലിനോടൊപ്പം തെന്നിന്ത്യൻ സൂപ്രതാരം കമൽഹാസനും ബോക്സ് ഓഫീസിൽ പോരാടിയ ആ ഒരു കാലഘട്ടം, ആ ഒരു ഓണം സീസണെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1989 ഓണത്തിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററിലെത്തിയ കുറച്ച് സിനിമകൾ, അതിലെല്ലാ സിനിമകളും ഒന്നിനൊന്നിന് മികച്ച സിനിമകൾ, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി അന്ന് പ്രേക്ഷകർ കാത്തിരുന്ന സിനിമകളായിരുന്നു. അതിലാദ്യത്തെ സിനിമ ചാണക്യൻ. ടി കെ രാജീവ്കുമാർ എന്ന സംവിധായകൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു. അദ്ദേഹം നവോദയയുടെ ആ ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത്, അവരുടെ ഒപ്പമാണ് പ്രവർത്തിച്ചിരുന്നത്. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടോ, ചാണക്യൻ സിനിമ ആദ്യം മമ്മൂട്ടിയുടെ അടുത്താണ് ആ ഒരു സ്ക്രിപ്റ്റായിട്ട് പോയത്. പല കാരണങ്ങൾ കൊണ്ട് മമ്മൂട്ടിയുടെ ഡേറ്റിൻ്റെ ഇഷ്യൂസും ഒക്കെ കാരണം മമ്മൂട്ടിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അന്നത്തെ സുപ്രധാനമായ കമൽഹാസനിലേക്ക് എത്തുന്നു. കമൽഹാസൻ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തു. തമിഴിൽ ആണ് അദ്ദേഹം താരമായി മാറിയത്. മലയാളത്തിലും അദ്ദേഹം നായകനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് IV ശശിയുടെ ഒരു സിനിമയിലും അഭിനയിച്ചിരുന്നു. 87 വൃത്തം സിനിമയിലും കൂടെ അഭിനയിച്ച ശേഷം പിന്നെ അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം മലയാളത്തിലേക്ക് വന്ന ഒരു സിനിമയായിരുന്നു ചാണക്യൻ. പിന്നെ ആ ഒരു സിനിമയെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ജയറാമിന് നല്ലൊരു വേഷമാണ് കിട്ടിയത്. ജയറാമും ഈ പറയുന്ന അപരൻ ഇറങ്ങുന്നതിന് മുമ്പ് ജയറാമിന് കിട്ടിയ ഒരു വേഷമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഈ അടുത്ത് വിജി തമ്പിയുടെ ഒരു അഭിമുഖത്തിലാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത്, അപരൻ്റെ ഡബ്ബിംഗ് നടക്കുന്ന സമയത്ത് അവിടെ TK രാജീവ്കുമാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്ലാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ ജയറാമിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ജയറാമിന് ഒരുപാട് സിനിമകൾ, ആദ്യ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മോഹൻലാലിന് ശേഷം അത്തരത്തിലുള്ള റോളുകൾ ചെയ്യുന്ന ഒരു നടന്ന രീതിയിലായിരുന്നു. മോഹൻലാൽ റിജക്ട് ചെയ്ത റോളുകളോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാതെ പോകുന്ന പല റോളുകളൊക്കെ അന്ന് ജയറാമിലേക്ക് പോയി. അങ്ങനെ ഒരു വേഷം തന്നെയായിരുന്നു ചാണക്യൻ. അപ്പോൾ ചാണക്യൻ ആ ഒരു വർഷം 89 ഓണത്തിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററിലെത്തിയ ആദ്യത്തെ സിനിമയായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ 2 സിനിമകളാണ്. അതിലൊന്ന് CBIയുടെ രണ്ടാം ഭാഗം ജാഗ്രത. അപ്പോൾ CBI ഡയറിക്കുറിപ്പ് 87 ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. മദ്രാസിലും ഒരുപാട് കാലം ഓടിയ സിനിമയായിരുന്നു. ഒരു ട്രെൻഡ് നമുക്കറിയാം, സേതുരാമയ്യർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമൊക്കെ ഒരു ട്രെൻഡായി മാറിയതായിരുന്നു. അതിനുശേഷം തന്നെ തുടർച്ച എന്നോണം അവർ ചെയ്തൊരു സിനിമയായിരുന്നു ജാഗ്രത. പക്ഷെ ജാഗ്രത ഈ പറയുന്ന CBI ഡയറി കുറിപ്പിന്റെ ആ ഒരു വിജയം ജാഗ്രതയ്ക്ക് ലഭിച്ചില്ല. അതിന്റെ പല കാരണങ്ങളുണ്ട്. ആ ഒരു നമുക്ക് 2 സിനിമ എന്തായാലും കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും CBI ഡയറി കുറിപ്പ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ജാഗ്രത ഒരിക്കലും ഒരു മോശം സിനിമയല്ല. പക്ഷെ CBI വെച്ച് നോക്കുമ്പോൾ ജാഗ്രത ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മറ്റൊരു സിനിമ നായർ സാബാണ്. നായർ സാബ് ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടിയിട്ടുള്ള സിനിമ. നായർ സാബും നമുക്ക് ഗംഭീര സിനിമ തന്നെയാണ്. നായർ സാബ് ശരിക്ക് 87 ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സിനിമയാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ തീരുന്നത്. അത് പല കാരണങ്ങളും, എനിക്കൊന്ന് സെൻസറിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ന്യൂഡൽഹി എന്നുള്ള സിനിമ 87 ജൂലൈയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ നായർ സാബിന്റെ ലൊക്കേഷനിലാണ് ഈ മമ്മൂട്ടിയും ജോഷിയും ഡെന്നിസ് ജോസഫൊക്കെ. അപ്പൊ അന്ന് ന്യൂഡൽഹി റിലീസായ ദിവസം ഇവർ നായർ സാബിന്റെ ഷൂട്ടിംഗ് ഒക്കെ ബ്രേക്ക് കൊടുത്ത് അവരതിന് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. പടം ഗംഭീര സൂപ്പർ ഹിറ്റാന്ന് പറഞ്ഞ മമ്മൂട്ടി കരഞ്ഞു എന്നുള്ളതൊക്കെ നമ്മളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ ആ സിനിമ 89 തിയേറ്ററിലെത്തിയത്. എനിക്ക് തോന്നുന്നു ചിത്രം നായർ സഭ ഏകദേശം ഒരേ സമയത്തൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. PKR പിള്ള നായർ ഈ പറയുന്ന ചിത്രം ഏറ്റെടുക്കുകയും ലിബർട്ടി ബഷീർ നായർ സാബ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ട്, അങ്ങനെ നായർ സാബാണ് ലിബർട്ടി ബഷീർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച സിനിമ. എന്തായാലും നായർ സാബ് 89 തിയേറ്ററിലെത്തി. അല്ലെ മമ്മൂട്ടി കൂടാതെ നമുക്കറിയാം സുമലതയുണ്ട്, ലിസിയുണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട് ആ സിനിമയിൽ. സുരേഷ് ഗോപി, മുകേഷും ഒക്കെ ഉണ്ട്. ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു. മറ്റൊരു സിനിമ വന്ദനം. ചിത്രത്തിന് ശേഷം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുള്ളത്. ഇപ്പൊ ചിത്രം 88 ഡിസംബറിൽ ഇറങ്ങി. അപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 365 ദിവസമാണ് ചിത്രം തിയേറ്ററിൽ ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ട്. അപ്പൊ ഇവരുടെ ഒരു അടുത്തൊരു സിനിമ എന്ന രീതിയിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു വന്ദനത്തിന്. മുകേഷും എല്ലാവരും തകർത്ത സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയും ആ ഒരു ഓണത്തിനോടനുബന്ധിച്ചാണ് തിയേറ്ററിലെത്തിയത്. അപ്പൊ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ട്. വേറെയും കൊച്ചു സിനിമകൾ ഉണ്ടെന്ന് തോന്നുന്നു, എന്തായാലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഇത്രയും 4 സിനിമകളാണ് പ്രധാനമായിട്ടുള്ള തിയേറ്ററിൽ എത്തിയ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഓണത്തിന് സമയത്ത്, ഓണത്തിന് 2 ആഴ്ച മുമ്പ് തിയേറ്ററിൽ ഇറക്കി 2 ആഴ്ച കഴിഞ്ഞാൽ മാറ്റാം എന്ന് വിചാരിച്ച ഒരു സിനിമ ഓണത്തിനും തിയേറ്ററിൽ തകർത്തോടിയിരുന്നു. അത് റാംജി റാവു സ്പീക്കിംഗ് ആയിരുന്നു. പിന്നെ മറ്റൊരു സിനിമയുണ്ടെന്ന് നഗരത്തിൽ ചെന്നരാപ്പറക്ക, ജയറാമും ശ്രീനിവാസനും വിജി തമ്മിൽ സിനിമ. ആ സിനിമയും അന്ന് ഓണത്തിന് മുമ്പാണ് ഇറങ്ങിയത്. പക്ഷെ റാംജി റാവു ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായി. നഗരത്തിൽ രാപ്പാർക്കും തിരക്കടില്ലാത്ത ഓടിയ സിനിമയാണ്. അത് ഈ ഒരു ഓണത്തിന് ആ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു.
പക്ഷെ ഈ പറയുന്ന 4 സിനിമകൾ അന്ന് വന്ദനത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അന്ന് ഉണ്ടായിരുന്നത്. കാരണം ചിത്രത്തിന് ശേഷം ഇവരെ ഒന്നിക്കുന്ന ഒരു സിനിമ, പ്രിയദർശൻ മോഹൻലാലിന്റെ സിനിമ എന്നുള്ള രീതിയിൽ. കാരണം റാംജിറോ പോലും അവർ ഓണത്തിന് 2 ആഴ്ച മുമ്പ് ഇറക്കിയത്. വന്ദനം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും മാറ്റേണ്ടി വരും. അങ്ങനെ വന്ദനം ഇറങ്ങിയപ്പോൾ എറണാകുളം ഷേണാസ് തിയേറ്ററിൽ നിന്ന് ഈ പറയുന്ന സിനിമ റാംജിറാവ് മാറ്റുകയും പത്മയിലോട്ട് മാറ്റി, പിന്നീട് വന്ദനം പോയ ശേഷം തിരിച്ച് വീണ്ടും ഷേണാസിലോട്ട് റാംജിറാവ് വന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത്രയും 4 സിനിമകളിൽ അന്ന് വിന്നറായിരുന്നത് നായർ സാബ് തന്നെയായിരുന്നു. നായർ സാബ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. നായർ സാബ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ചാണക്യനായിരിക്കും. ചാണക്യൻ കഴിഞ്ഞാൽ പിന്നെ വന്ദനവും ജാഗ്രതയും. ഈ വന്ദനവും ജാഗ്രതയും വിചാരിച്ച പോലെ ഇല്ലെങ്കിൽ വന്ദനമാണ് ഇതിൽ ഏറ്റവും ഒന്ന് ഡൗൺ ആയത്. ആ സിനിമ അന്ന് വിചാരിച്ച പോലെ ഏക്കാതിരുന്നത്. ചാണക്യൻ ഒരു അബോവ് ആവറേജ് ഹിറ്റായിരുന്നു. ജാഗ്രതയും ഒരു ഡൗൺ ആയിട്ടാണ്. ഇതിന്റെ കളക്ഷന്റെ മറ്റു കാര്യങ്ങളോ ലാഭത്തിന്റെ കാര്യങ്ങളോ അറിയില്ല. എങ്കിലും സൂപ്പർ ഹിറ്റ് ആയത് നായർ സാബ് തന്നെയായിരുന്നു. ഓണം വിന്നർ എന്ന് പറയുന്നത് നായർ സാബായിരുന്നു. ഈ സിനിമകൾ അന്ന് ചാണക്യൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നിന്ന് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അത് ഏത് ദിവസമായിരുന്നു എന്ന്, കാരണം അതൊരു ഓണത്തിന്റെ ഒരു സമയം തന്നെയായിരുന്നു. നായർ സാബും തൃശ്ശൂർ രാഗത്തിൽ തന്നെയാണ് റിലീസായത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം ചാണക്യൻ ഇറങ്ങി, പിന്നെയാണോ നായർ സാബ് ഇറങ്ങിയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ചാണക്യനാണ് അന്ന് രാഗം തിയേറ്ററിൽ പോയി കണ്ടത്. എൻ്റെ ഓർമ്മയിൽ അന്ന് തൃശ്ശൂർ പുലിക്കളിക്കുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് ഓർമ്മ. ആ ഓണം വെക്കേഷൻ സമയത്താണ്. അന്ന് ഞാൻ UKGയിൽ പഠിക്കുന്ന സമയമാണ്, 4 വയസ്സേ ഉള്ളൂ. ജാഗ്രത തൃശ്ശൂർ രാമദാസിലായിരുന്നു റിലീസായിരുന്നത്. വന്ദനം തൃശ്ശൂർ സ്വപ്നയിലുമായിരുന്നു റിലീസായത്. വന്ദനവും ജാഗ്രതയും ഒന്ന് തിയേറ്റർ കണ്ടത്. ചാണക്യൻ മാത്രമാണ് ഒന്ന് തിയേറ്ററിൽ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുള്ളത്. അപ്പോൾ ഇതാണ് ഒരു 89 ഓണം സീസണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടാവും. അതൊന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് അവർ അന്നത്തെ ഒരു എക്സ്പീരിയൻസ്. അത്തരം എക്സ്പീരിയൻസുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക.